ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനിരാഗം സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരൺ കല്യാണി അതുപോലെ കൂടെ തന്നെ ഉണ്ട് സരിയോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ബകാസുരൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ആദ്യം പോയത് എന്റെ അമ്മയും അച്ഛനെയും കാണാനായിരുന്നു. സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അമ്മയും അച്ഛനും അവിടെ നിന്ന് ആട്ടി ഇറക്കാണ് ചെയ്തത്. അത് നന്നായിക്കാണ്, അയാളൊന്നും വീട്ടിൽ കയറ്റാൻ വേണ്ടി കൊള്ളൂല. വിക്രത്തിനെയും ഗംഗപ്രസാദിനെയും അതുപോലെ തന്നെ ഒരാൾ തന്നെയാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആ ബകാസുരനും എന്ന് പറയണം. കിരൺ പറയുന്നുണ്ട്, ചിലപ്പോ നിനക്കും നിന്റെ അമ്മക്കും കുഞ്ഞിനൊക്കെ അഭയം കൊടുക്കണേന് ചിലപ്പോ നന്ദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും അയാളുടെ ഒരു സിമ്പതി ആവശ്യമില്ല. അതെ, അത് തന്നെയാ നല്ലത്. പിന്നെ നീ തയ്യാറാക്കിയ ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കില്ലേ, അവിടേക്ക് ഞാനും കല്യാണിയും കൂടി ഇന്നൊന്ന് ചെല്ലുവാണ്. അവിടുത്തെ ഇന്ത്യയുടെ കല്യാണി നല്ല ഗംഭീരമാക്കി ഭംഗിയാക്കും. അങ്ങനെയാണെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. അതിലൊരു പങ്ക് നിനക്ക് തരാം. എന്തിനാ കിരണേ? എനിക്കങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നീ ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട് നീയും കല്യാണി നല്ല രീതിയിൽ തന്നെ ഒരു മാസം അക്കൗണ്ടിൽ സാലറിയുടെ കൂടെ ഇടാറുണ്ടല്ലോ. അതിന്റെ കൂടെ ഇനി അതിന്റെ ആവശ്യത്തെ കൂടുതൽ പൈസ നിങ്ങൾ തരുന്നുണ്ട്. ഒരു സിവിൽ എഞ്ചിനീയർക്ക് വേറെ ഒരു കമ്പനി കിട്ടുന്നതിനേക്കാളും പൈസയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോ കിരൺ പറയണ്ട, അത് മാത്രല്ല സരിയോ, ഈ പ്രാവശ്യം മുതലേ എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എല്ലാ ജോലിക്കാരുടെ കയ്യിൽ നിന്നും ഒരു വിഹിതം സാലറി ഇത് കട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, അടുത്ത വിഷു ആകുമ്പോഴേക്കും അതിന്റെ ഒരു ബോണസ് എന്ന രീതിയിൽ കുറച്ചൊരു പൈസ അധികം ഇട്ടിട്ട് കല്യാണി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ നിന്റെ സാലറി ഇത് പിടിക്കില്ല കേട്ടോ. കാരണം അതും കൂടി ഞങ്ങള് കൺമണി മോളുടെ അക്കൗണ്ടിൽ ഇടോളൂ. അപ്പൊ നിനക്ക് ഒരു മാസം സാലറി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരേ മാസം കൺമണി മോളുടെ അക്കൗണ്ടിൽ ഞാനും കഴിഞ്ഞ് നല്ലൊരു തുക ഇടുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കിരണേ എന്ന് സരിയു പറയുമ്പോ കിരൺ പറയണ്ട്, സരിയു നന്ദി ഒന്നും പറയണ്ട, നിന്റെ സ്വഭാവം മാറ്റാതിരുന്നാ മതി. ഞാനിതിനൊക്കെയാണ് ഇനി സ്വഭാവം മാറ്റേണ്ടത്. ഇനി സ്വഭാവമായിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? നല്ല സമയത്തൊന്നും ഞാൻ നന്നായിട്ട് ജീവിച്ചില്ല. എല്ലാം വെട്ടിപ്പിടിക്കാനാണ് നോക്കിയത്. എല്ലാം കൈവിട്ടു പോയി. അനുഭവിക്കേണ്ടതൊക്കെ ഈ ജന്മത്തിൽ അനുഭവിച്ചു. ഇനി ഞാൻ എന്തിനാണ് സ്വഭാവം മാറ്റുന്നത്? അതിന്റെ ഒരു കാര്യമില്ല. നീയും കല്യാണിയൊക്കെ ഇതുപോലെ എന്നെ ഒന്നും സ്നേഹിച്ചാൽ മതി. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാട്ടോ. പോയി കഴിയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, നല്ല വിഷമമുണ്ട് അവളുടെ മുഖത്ത് അല്ലെ? അതെ, അവൾക്ക് നല്ല വിഷമമുണ്ട് കിരണേട്ടാ. അവളത് പുറമേ കാണിക്കാത്തതാണ്. കിരൺ പറയുന്നുണ്ട്, അതുകൊണ്ട് അവൾ എന്ത് വിളിച്ചാലും അപ്പൊ തന്നെ ഓടിപ്പോണത്. അവൾക്ക് വിഷമം വരുന്ന രീതി നമ്മൾ പെരുമാറണ്ട. അതെ അതെ, നമുക്കെന്താ സൈറ്റ് വരെ ഒന്ന് പോയാലോ? പോകാം എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണും കൂടി സൈറ്റിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ്. സരയുവിനാണെങ്കിൽ ഒരു സമാധാനമില്ല. ഈശ്വര, ആ കിരണിന്റെ കൂടെ കല്യാണി ഇറങ്ങുന്നുണ്ടല്ലോ. കിരൺ ആണെങ്കിൽ അതിന്റെ ഇടയിൽ എങ്ങനെ പെട്ട് കഴിഞ്ഞാൽ കൊല്ലാൻ പോകുന്ന ആള് അവസാനം മരിക്കേണ്ടി വരുമോ? എനിക്കറിയില്ല. അച്ഛനെയാണെങ്കിൽ അങ്ങോട്ട് വിളിക്കാൻ പോലും പറ്റില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച് പ്രശ്നമാകണ്ട, പോലീസ് കേസൊക്കെ ആയ പ്രശ്നമാകണ്ട വെച്ചിട്ടാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത്. ഇനിയിപ്പോ എന്താ ചെയ്യോ? അച്ഛനാണെങ്കിൽ ഇവരൊന്നും അറിയിക്കാൻ പറ്റില്ലല്ലോ കൂടെ കിരൺ ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് സരിയു ആകെ വെപ്രാളം പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോ കിരണും കല്യാണിയും കാറിലേക്ക് കയറാണ്. കിരൺ കല്യാണിയോട് ചോദിക്കണ്ട, കല്യാണി നിനക്കിപ്പോ ടെൻഷനൊക്കെ കുറഞ്ഞോ? എനിക്കെന്തോ മനസ്സിൽ ആ ഒരു ഭാരം ഇപ്പോഴുണ്ട് കിരണേട്ടാ. ആ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ തുടങ്ങിയ ഒരു വെപ്രാളമാണ്. അതിനെ കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ ആവേണ്ട കല്യാണി. അയാളുടെ ഭാഗത്ത് നിന്ന് കേസ് അന്വേഷിക്കട്ടെ, നമുക്ക് എന്താ വെച്ചാൽ ആലോചിക്കാം. നമുക്ക് പോയാലോ? ശരി എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണും കൂടി നേരെ പോയത് ആ സൈറ്റിലേക്കാട്ടോ. അവിടെ ആണെങ്കിൽ രാഹുൽ കുളിയും ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അങ്ങ് നിൽക്കാണ്. രാഹുൽ മനസ്സിൽ വിചാരിക്കേണ്ട, ഹാവു ഇന്നലെ എന്തായാലും ചെലവില്ലാതെ കഴിച്ചു കൂട്ടാൻ പറ്റി. ഇനിയിപ്പോ ഞാനിനെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇവിടുന്ന് ജയിലിൽ പോയാലും കുഴപ്പമില്ല, അവളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ കിരണും കല്യാണും കൂടി അവിടേക്ക് വരുവാട്ടോ. അപ്പൊ കിരണിന്റെ വണ്ടി വരുമ്പോ തന്നെ രാഹുൽ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കാണ്. അപ്പൊ കല്യാണി ഇറങ്ങുന്നുണ്ട്, തൊട്ടു പിന്നാലെ കിരണും ഇറങ്ങാണ്. ഇവനും ഉണ്ടോ? പണി പാടിയല്ലോ, എങ്കിലും കുഴപ്പമില്ല, കിരൺ കൂടെ ഉണ്ടെങ്കിലും അവളുടെ ജീവൻ എടുത്തിട്ടെ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഒരു മൂലക്ക് ഒളിച്ചു നിൽക്കുവാട്ടോ. കിരണും കല്യാണും കൂടി കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ ആ ബിൽഡിംഗ് നോക്കാണ്. കല്യാണി അടുത്ത് പറയണ്ട്, നല്ല രീതി തന്നെ അവള് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടല്ലേ? അതെ, ഇനി നീ ഇവിടെ എന്താ വെച്ചാ ഭംഗി കൂട്ടിക്കോ. ആദ്യം മുംബൈയിൽ തന്നെ തുടങ്ങിക്കോ. മുംബൈയിൽ തുടങ്ങുന്ന മുമ്പേ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ കിരണേട്ടാ. ഉള്ളിൽ ഇന്റീരിയർ എങ്ങനെയാ കൊടുക്കണ്ടേ നോക്കിയിട്ട് മുന്നിലേക്ക് വരാം. അതെന്താ വെച്ചാ നീ ചെയ്തോ. പിന്നെ എന്തായാലും ചെലവ് കുറഞ്ഞിട്ട് അവൾ എല്ലാം ചെയ്ത്. ഹരിയേട്ടൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും അവളാണ് പണിക്കാർക്കൊക്കെ എല്ലാ നിർദ്ദേശം കൊടുത്ത് എല്ലാം ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ അവളെ ഇനി മുതൽ കൂട്ടണം എന്ന് പറയാണ്. അതേ കിരണേട്ടാ, എങ്കിൽ ശരി, നീ എന്നാ പോയി നോക്കിക്കോ, ഞാനേ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. കല്യാണി അകത്ത് കേട്ട് ഓരോരോ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കിരൺ ഇങ്ങനെ നോക്കുവാട്ടോ. ആ സമയത്ത് കല്യാണിയാണെന്നുണ്ടെങ്കിൽ പുറത്തു ഇങ്ങനെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ കയ്യിലുള്ള കത്തി ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്. രാഹുൽ എത്തി നോക്കുമ്പോഴേക്കും കിരൺ ആണെങ്കിൽ
സൈഡിന്റെ അടുത്താണ് പോയി നിൽക്കുന്നത്. കല്യാണിയാണെന്നുണ്ടെങ്കിൽ താഴത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തന്നെ പറ്റിയ അവസരം. കിരണിപ്പോ തന്നെ പിടിച്ചാലും കുഴപ്പമില്ല, അവളെ കൊല്ലണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ രാഹുലിനുള്ളൂ കേട്ടോ. രാഹുൽ ആണെങ്കിൽ കല്യാണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കല്യാണിന്റെ പുറകെ കൂടി പോയിട്ട് വായ അതായത് വായ ഇങ്ങനെ കൈവച്ചിങ്ങനെ പൊത്തിപ്പിടിക്കാണ്. കല്യാണി മാറാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അതിനെ പറ്റുന്നില്ല. കിരണാണെങ്കിൽ ഇതൊന്നും അറിയാതെ മുകളിൽ നിൽക്കാട്ടോ. പെട്ടെന്ന് തന്നെ കല്യാണി ഒറ്റ തട്ടാണ് രാഹുലിനാണെന്ന് മനസ്സിലാവുമ്പോ കല്യാണി വേഗം ഇങ്ങനെ ഒച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രാഹുൽ കയ്യിലുള്ള കത്തി വെച്ചിട്ട് കല്യാണിക്ക് ഒരു ഒറ്റ കുത്തു കൊടുക്കാട്ടോ. കല്യാണി അപ്പൊ തന്നെ കിരണേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ നിലവിളിക്കുമ്പോഴേക്കും കിരണ ആ ശബ്ദം കേട്ട് നിലത്തേക്ക് ഓടി വരുവാണ്. ആ സമയത്ത് രാഹുൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോഴേക്കും കിരൺ കാണുന്നുണ്ട് രാഹുലിന്. കല്യാണി നിലത്ത് കിടന്നിങ്ങനെ പെടയുവാട്ടോ. എടോ എന്ന് പറഞ്ഞിട്ട് കിരണാണെങ്കിൽ രാഹുലിന് ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കിരണേട്ടാന്ന് പറഞ്ഞിട്ട് കല്യാണി നിലത്ത് കിടന്ന് പെടയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാഹുൽ നടന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും കല്യാണിന്റെ ബോധം നഷ്ടപ്പെടുവാട്ടോ. കല്യാണിനെ വേഗം തന്നെ പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാണ് കിരണം. കല്യാണിക്ക് അപ്പോഴൊന്നും ബോധമൊന്നും ഇല്ല. കിരണാണെങ്കിൽ വിഷമിച്ച് അങ്ങനെ നിൽക്കാണ്. ഹോസ്പിറ്റൽ ICUയിൽ കയറ്റുന്നുണ്ട് കല്യാണിനെ. അതിനുശേഷം കാണിക്കുന്ന ഹരിയേട്ടനെയാണ്. ഹരിയേട്ടൻ ഓടിപ്പോകുവാണ്. സെക്യൂരിറ്റി അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ കല്യാണിക്ക് ഒരു അപകടം പറ്റിയടോ, എന്താ സംഭവിച്ചെന്ന് അറിയില്ല, ഞാനൊന്ന് സൈറ്റ് വരെ പോകുവാണ്, അല്ല ഹോസ്പിറ്റൽ വരെ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് ഹരിയേട്ടൻ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ രതീഷ് അവിടേക്ക് വരുന്നുണ്ട്. ഹലോ ഹരിസാറെ, ഗുഡ് മോർണിംഗ് രതീഷേ. അപ്പൊ രതീഷ് ഒന്നും അറിഞ്ഞില്ലേ? എന്താ ഹരിസാറെ? അല്ല കല്യാണിക്ക് സൈറ്റിൽ നിന്ന് എന്തോ അപകടം പറ്റിയത്. കല്യാണിക്ക് അപകടോ? എന്നോട് ആരും പറഞ്ഞില്ല. ഇപ്പൊ കിരൺ സാർ വിളിച്ചോളൂ, ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. കിരൺ സാറിന് എന്തോ വലിയൊരു വിഷമമുണ്ട്, സംസാരത്തിലൊക്കെ നല്ല പകർച്ചയുണ്ട്. ഇനി കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാവോ? ആ ഭഗാസുരനൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ ഗംഗപ്രസാദിന്റെ ആൾക്കാരൊക്കെ പുറത്തുണ്ട്. ഇനി കല്യാണി അവരെന്തെങ്കിലും ചെയ്ത് കാണോ? അറിയില്ലടോ. ഇനി മുകളിൽ നിന്ന് നിലത്ത് ഉരുട്ടിയിട്ടോന്നൊന്നും അറിയില്ല. സാറ് വേഗം പോയിക്കോ, തൊട്ടു പിന്നാലെ ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രതീഷ് അകത്തേക്ക് കയറാണ്. സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, അതെ ആ സരയു അകത്തുണ്ടോ എന്ന് ചോദിക്കാണ്. ഉണ്ട് സാറേ എന്ന് പറയുമ്പോഴേക്കും രതീഷ് വേഗം തന്നെ അകത്തേക്ക് കയറുവാട്ടോ. അകത്തേക്ക് കയറുമ്പോഴേക്കും സരയു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എടി സരയു എന്ന് പറഞ്ഞ് രതീഷ് വിളിക്കാണ്. എന്താ രതീഷേ, നീ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു പുതിയ സൈറ്റിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. സൈറ്റിനെ കുറിച്ചോ ആരെങ്കിലും കൊല്ലുന്നതിനെ കുറിച്ചോ? എന്താ രതീഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? കല്യാണിക്ക് അപകടം പറ്റി. കല്യാണിക്ക് അപകടം? എന്നോട് ആരും പറഞ്ഞില്ല. നിന്നോട് എന്തിനാണ് പറയണത്? എനിക്ക് നല്ല സംശയമുണ്ട് ഇതിന് പിന്നിൽ നീയാണോന്ന്. നിന്റെ അച്ഛൻ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, നിനക്ക് വേണ്ടിട്ടേ അയാള് ഇതൊക്കെ ചെയ്യുള്ളൂ. സത്യോട്ട് രതീഷ്, എനിക്കൊന്നും അറിയില്ല. എടി നിന്റെ സ്വഭാവം മാറിയെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. നിന്റെ സ്വഭാവം ഒന്നും ഒരിക്കലും മാറില്ലടി. കല്യാണിയാണെങ്കിൽ ഒരു പാവമാണ്, കിരണാണെങ്കിൽ ശുദ്ധ ഹൃദയനാണ്. അവരെ നീ മുതലെടുക്കായിരുന്നില്ലേടി? നിന്റെ അച്ഛൻ മനഃപൂർവ്വം കല്യാണിനെ ഒന്ന് ഉപദ്രവിച്ചതല്ലേടി? വെച്ചിട്ടുണ്ടെടി, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. രതീഷ് വെറുതെ ഇല്ലാത്തത് പറയല്ലേ. രതീഷൊക്കെ മാറിയില്ലേ, അതുപോലെ ഞാനും മാറി. നീ മാറി പോലും എനിക്ക് തോന്നുന്നില്ല. കല്യാണിക്ക് എന്തെങ്കിലും പറ്റിയാല് അറിയാപ്പോ എന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടുന്ന് പോവാണ്. സരയു മനസ്സിൽ വിചാരിക്കാണ്, അപ്പൊ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, കിരണിനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് കിരണിനെ വിളിക്കുമ്പോ കിരൺ മൊബൈൽ എടുക്കുന്നില്ല കേട്ടോ. സരയുവിന് സന്തോഷമാവാണ്, അവൻ മൊബൈൽ എടുക്കുന്നില്ല. അപ്പൊ കല്യാണിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് സരയു മനസ്സിൽ ഉറപ്പിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.